ഇവിടെ രണ്ട് ഫ്രണ്ട്സിന്റെ ഭാര്യമാർക്ക് ഒരേ ടൈമിൽ ഡെലിവറി നടക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് രാധ എന്നും ആൺകുട്ടിക്ക് ഋഷി എന്നും പേരിടാണ്. ഇവര് രണ്ടുപേരുടെയും വീട് അടുത്തടുത്താണ് ഉള്ളത്. ഭയങ്കര സഹകരണത്തോടു കൂടിയുള്ള കൂട്ടുകുടുംബം പോലെയാണ് ആ രണ്ട് കുടുംബങ്ങളും കഴിയുന്നത്. ഈ രണ്ട് കുട്ടികളും വലുതാവും തോറും അറ്റാച്ച്മെന്റ് കൂടി കൂടി വരുന്നു. രണ്ടുപേരും ഒന്നിച്ചാണ് സ്കൂളിലെല്ലാം പോകാറ്. രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപോലത്തെ ഗിഫ്റ്റ് വാങ്ങി രണ്ടുപേരും മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട്. സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും സ്വീറ്റ്സ് കൊടുക്കുന്ന ടൈമില് രാധയുടെ കയ്യെ ഒരു പയ്യൻ വിടാതെ പിടിച്ച് വിഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ട ഋഷി ഇനി ആ പയ്യനോട് സംസാരിക്കരുതെന്ന് രാധയോട് പറയാണ്. അവളും അതിന് സമ്മതിച്ച് തലയാട്ടുന്നുണ്ട്. ആ പയ്യൻ രാധയോട് വീണ്ടും വന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവള് ഋഷി നിന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനെ അവോയ്ഡ് ചെയ്യുന്നു. എന്നാൽ ആ പയ്യൻ ഒരു ഡൗട്ട് ചോദിക്കാനാണെന്ന വ്യാജേന അവളുടെ അടുത്തിരുന്ന് ഒരുമാതിരി അവളെ നോക്കാണ്. ഇത് കണ്ട് വന്ന ഋഷിയാന്ന് വെച്ചാൽ ആ പയ്യനെ ദേഷ്യത്തോടു കൂടി എടുത്തിട്ട് അടിക്കുന്നു. എന്തിനാ അങ്ങനെ തല്ലുകൂടുന്നെന്നും പറഞ്ഞുകൊണ്ട് രാധ ഋഷിയുടെ മുഖത്തിട്ട് അടിക്കുകയാണ്. അവനും തിരിച്ച് രാധക്കും ഒന്ന് കൊടുക്കുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തില് ഇവര് രണ്ടുപേരും നീ വന്ന് മിണ്ടാതെ ഞാൻ നിന്നോട് മിണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് പരസ്പരം മിണ്ടാതെ 10 വർഷം അങ്ങനെ കടന്നു പോവാണ്. രണ്ടുപേരും ഇപ്പോൾ ഒരേ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം മിണ്ടിയില്ലെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് ചെയ്യുന്നുണ്ട്. കോളേജിലേക്ക് പോകുന്ന സമയത്ത് രാധയുടെ വണ്ടി സ്റ്റാർട്ട് ആവാത്തത് കണ്ട അവളുടെ ബ്രദർ ഋഷിയോട് അവളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഈഗോ കാരണം രണ്ടുപേരും അതിന് സമ്മതിക്കാത്തത് കൊണ്ട് ബ്രദർ തന്നെ അവളെ കോളേജിലേക്ക് കൊണ്ടുപോകാണ്. സിഗ്നലിന്റെ അടുത്ത് വെച്ച് കുറച്ച് പയ്യന്മാര് രാധനെ സൈറ്റ് അടിക്കുന്നത് കണ്ട ഋഷി അവരുടെ നടുവിൽ കയറി നിന്ന് ബ്ലോക്ക് ചെയ്യാണ്. ആ പയ്യന്മാരാന്ന് വെച്ചാൽ വണ്ടി പിന്നിലേക്ക് ഇറക്കി വീണ്ടും രാധയെ നോക്കുമ്പോൾ ഒരു വലിയ കൊട വാങ്ങി ഋഷി അത് നിവർത്തി ഫുള്ളായി ബ്ലോക്ക് ചെയ്ത് രാധനെ പ്രൊട്ടക്ട് ചെയ്യാണ്. പെട്ടെന്ന് രാധയുടെ ചേട്ടനെ അർജന്റായി എന്തോ വർക്ക് വരുന്നുണ്ട്. അവളെ ഋഷിയോട് കൊണ്ടുപോകാൻ പറഞ്ഞ് ചേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. രാധയും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഋഷിയുടെ ബൈക്കിൽ കയറിയിരുന്ന് കോളേജിലേക്ക് പോകുന്നുണ്ട്. ആക്ച്വലി രാധയുടെ വണ്ടിയുടെ പ്ലഗ് എന്തോ ഋഷിയാണ് ഊരിയെടുത്തത്. അത് രാധക്കും അറിയായിരുന്നു. ഋഷിയുടെ വണ്ടിയിൽ നിന്ന് ആ പ്ലഗ് രാധ എടുത്തതും അവനാകെ ചമ്മീട്ടിരിക്കുകയാണ്. ഇവരുടെ വഴക്ക് തീർന്നോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി നെക്സ്റ്റ് പാർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ട് ഇടുമ്പോൾ വേഗം നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഞാൻ ഓൾറെഡി എല്ലാത്തിൻ്റെയും സെക്കൻഡ് പാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും കുറേ പേര് സെക്കൻഡ് പാർട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.